ഹായ്, ഈ വീഡിയോ ചെയ്യണമെന്ന് കുറച്ചുകളായിട്ട് ഞാൻ ആലോചിക്കുന്നതാണ്. പക്ഷേ ടൈം കിട്ടിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ചുകളായിട്ട് റീൽസ് ചെയ്യുന്നുണ്ട്. ഒരു റീല് കാണിക്കാൻ പറ്റാത്തതായിട്ട് കുറേ കഥകളുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ. നിങ്ങൾ ഇന്നീ കാണുന്ന എൻ്റെ പ്രാഡോ, ഫോക്കസ്, ഡെസേർട്ട് ഡ്രൈവ്സ്, ഓൾട്രാക്ക് 450 ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിനെല്ലാം തുടക്കം കുറിച്ച ഒരു വണ്ടിയുണ്ട്. മൈ ഫസ്റ്റ് കാർ, മൈ 2005 ഫോർഡ് മസ്റ്റാങ്. 2005 ഫോർഡ് മസ്റ്റാങ്. വില 7500 ദിർഹംസ്. അന്നത്തെ എൻ്റെ സാലറി 2000 ദിർഹംസ്. അതൊരു വെൽ പ്ലാൻഡ് ഒരു ഡിസിഷൻ ആയിരുന്നില്ല. അതൊരു ഇമോഷണൽ ബൈയിങ് ഡിസിഷനായിരുന്നു. അപ്പോൾ ഈ കാർ ഞാൻ വാങ്ങിച്ചത് 2018 കാലഘട്ടത്തിലാണ്. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഒട്ടും എളുപ്പമായിരുന്നില്ല കൊണ്ടു നടക്കാൻ. ഒരു 8 പ്രാവശ്യം കംപ്രസർ മാറ്റി വണ്ടി എടുത്ത് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ എഞ്ചിൻ മാറ്റേണ്ടി വന്നു. നല്ല പണിയായിരുന്നു. എഞ്ചിൻ മാറ്റാൻ എനിക്ക് ഏകദേശം 2500 ദിർഹംസായി. അപ്പോൾ അന്നത്തെ എൻ്റെ സാലറി വെച്ച് എനിക്ക് 6 മാസം സേവ് ചെയ്യേണ്ടി വന്നു എഞ്ചിൻ മാറ്റാൻ വേണ്ടിയിട്ട്. വണ്ടി എടുത്ത് 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കാർ ഓടിക്കാൻ പറ്റുള്ളൂ. എടുത്ത് ആദ്യത്തെ 1 മാസത്തിൽ ഓടിച്ചതിൽ എഞ്ചിൻ ഉണ്ടയാക്കി കയറ്റിയിടേണ്ടി വന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫോർഡ് മസ്റ്റാങ്ങിൻ്റെ അനുഭവം. അതിനുശേഷം ഞാൻ അടുത്ത വണ്ടിയാണ് ഹോണ്ട അക്കോർഡ്. മസ്റ്റാങ്ങിൻ്റെ റിലയബിലിറ്റി തീരെ പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിലയബിൾ ആയിട്ടൊരു കാർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോണ്ടയിലേക്ക് തിരിഞ്ഞത്. അപ്പം എൻ്റെ ഒരു കസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അക്കോർഡ് വിൽക്കാട്ടുണ്ടായിരുന്നു. ഒരു 1994 മോഡൽ റിലയബിലിറ്റി 1994 മോഡൽ അക്കോർഡ്. ഈ അക്കോർഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ VTEC. ആക്ച്വൽ പ്രോപ്പർ VTEC. VTEC അല്ല, ശരിക്കുള്ള VTEC. അതായത് 8900 RPM കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആക്ച്വൽ പവർ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. വണ്ടിയുടെ സൗണ്ടും മാറും, വണ്ടിയുടെ പുള്ളും കൂടും. ശരിക്കുള്ള VTEC ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് ഈ വണ്ടിയിലാണ്. പിന്നെ ആ വണ്ടിക്ക് സ്പോയിലർ ഉണ്ടായിരുന്നു, റിയർ ലിപ്പ്, ഫ്രണ്ട് ലിപ്പ്, സൈഡ് സ്കേർട്ട്സ്, ഗോൾഡൻ കളർ അലോയ്, ബക്കറ്റ് സീറ്റ്സ്, മാനുവൽ ട്രാൻസ്മിഷൻ. പിന്നെ എഞ്ചിൻ H22 A4 എന്ന് പറഞ്ഞ എഞ്ചിനായിരുന്നു, പ്രിലൂഡിൻ്റെ എഞ്ചിനായിരുന്നു. ഇതെല്ലാം കൂടി 5500 ദിർഹംസിന്. അപ്പോൾ ഞാൻ റിലയബിലിറ്റി നോക്കിയില്ല, 5500 ദിർഹംസല്ലേ ഉള്ളൂ. എന്നിട്ട് അത് വാങ്ങി നല്ല ഫൺ കാറായിരുന്നു, ഓടിക്കാൻ അടിപൊളിയായിരുന്നു. മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുണ്ട് കുറച്ച് സിവിക്സ് ഇങ്ങനെ അണ്ടർഗ്ലോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ പോയിട്ട് അണ്ടർഗ്ലോ കൊണ്ട് ഫിറ്റ് ചെയ്തു. റെഡ് കാറ് വിത്ത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അണ്ടർഗ്ലോ അത് ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂട്ടർ ഫെയിലായി തുടങ്ങി. പവർ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല സ്പാർക്കിലേക്ക്. ആ പാട്ടാണെങ്കിൽ വാങ്ങിക്കാനും കിട്ടുന്നില്ല. അങ്ങനെ അക്കോർഡ് ഒഴിവാക്കി ഇനി ഒരു പുതിയ വണ്ടി എടുക്കുക. അതായത് പുതിയതെന്ന് വെച്ചാൽ ഇയർ കുറച്ചും കൂടി പുതിയത്, ഇത്ര പഴയ വണ്ടി എടുക്കാതെ കുറച്ച് പുതിയ വണ്ടി എടുക്കുക. പൈസ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഒരു പുതിയ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി പൈസ കുറച്ച് ചിലവായാലും കുഴപ്പമില്ല, ഇത്രയും പഴയ വണ്ടി എടുക്കേണ്ടതാണ്. അങ്ങനെ 0 ഡൗൺ പേയ്മെൻറ്റിൽ ഒരു 2018 ഫോർഡ് ഫോക്കസ് എടുത്തു. അന്ന് വണ്ടിയുടെ ഓൺലി 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫോർഡ് ഫോക്കസ് എടുത്തു. വണ്ടി നല്ല പവറാണ്, എക്കോബൂസ്റ്റ് എഞ്ചിൻ, ടർബോ അടിപൊളിയാണ്, നല്ല പവറാണ്. ആ 1.5 എഞ്ചിന് ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഫോക്കസ് എടുത്തു. ഫോക്കസും കുറച്ചാൽ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതിനും അല്ലറ ചില്ലറ കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങി. പിന്നെ എക്കോബൂസ്റ്റ് എഞ്ചിനുകൾക്ക് അത്ര ലൈഫില്ല. ഞാൻ കണ്ടത് വെച്ചിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ മസ്റ്റാങ്ങുള്ളവർക്ക് എക്കോബൂസ്റ്റ് ഉണ്ട്. അപ്പോൾ എക്കോബൂസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എക്കോബൂസ്റ്റുള്ള ആൾക്കാർക്ക് ഇത് കത്തും. ഓയിൽ കൂളർ കംപ്ലൈൻ്റായി, ഓയിൽ റേഡിയേറ്റർ ഫ്ലൂയിഡിലെത്തി, റേഡിയേറ്റർ ഫ്ലൂയിഡിൽ നിന്ന് നേരെ എഞ്ചിനിലെത്തി, എഞ്ചിൻ സീസാവാണ് എക്കോബൂസ്റ്റിൻ്റെ പ്രത്യേകത. കുറേ റീകോൾ ഫോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഫോർഡ് എക്കോബൂസ്റ്റ് ഫോക്കസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബൈക്കിങ്ങിലേക്ക് കിടക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് CBR വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും വേണം ബൈക്ക്, എനിക്കും എടുക്കണം ലൈസൻസ്.
എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ തപ്പി ഒരു 1994 CBR 600 F4 അത് കണ്ടു. പുള്ളിക്കാരൻ മലയാളിയായിരുന്നു. പുള്ളിക്കാരൻ ഇട്ട പ്രൈസിനാട്ടും എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് വന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ ഞാനൊരു CBR 600 F4 വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോയത്. അങ്ങനെ ബൈക്ക് എടുത്ത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടി. അങ്ങനെ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു എനിക്കൊരു SUV വേണം വിത്ത് പ്രോപ്പർ 4x4 കേപ്പബിലിറ്റി. അന്ന് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന വണ്ടികൾ പെജീറോ, പാത്ത് ഫൈൻഡർ, എക്സ്റ്റേറ, ജീപ്പ്, ഗ്രാൻഡ് ചെറോക്കി, പിന്നെ പഴയ വ്രാംഗ്ലർ. ഇതിൽ ഒരുപാട് വണ്ടികൾ ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി. ഒരു 3 പാത്ത് ഫൈൻഡർ ഓടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി പാത്ത് ഫൈൻഡർ അല്ല എൻ്റെ വണ്ടി, പാത്ത് ഫൈൻഡർ വേണ്ട. ഒരു 11 പെജീറോ ഓടിച്ചു നോക്കി. 11 പെജീറോ പൊട്ട വണ്ടിയൊന്നുമല്ല. ഞാൻ ഓടിച്ച പെജീറോ ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു 2014 പെജീറോ വരെ ഓടിച്ചു നോക്കി. അതും എന്തോ എനിക്കങ്ങോട്ട് ആ ഒരു കണക്ഷൻ കിട്ടിയില്ല. പിന്നെ ഭയങ്കര ചട്ടായ വണ്ടികളായിരുന്നു മൊത്തം. അവസാനം ടൊയോട്ട പ്രാഡോ. എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് പ്രാഡോ. അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മെയിൻലി കാണാൻ പോകുന്നത് എൻ്റെ പ്രാഡോ, എൻ്റെ ബൈക്കുകളില്ല, എൻ്റെ ബൈക്ക്, ഷോറൂം റിവ്യൂസ്, ബൈക്ക് റിവ്യൂസ്, കാർ റിവ്യൂസ്, ഡെസേർട്ട്, ഓഫ് റോഡിങ്, ക്യാമ്പിങ്. സ്പെക് ഷീറ്റ് നോക്കി വായിച്ച് ഇവിടെ വന്ന് പറയാൻ ആർക്കും പറ്റും. പക്ഷേ എൻ്റെ റൂട്ട് വേറെയാണ്. ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസസും സ്റ്റോറീസുമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രോമിസ് ചെയ്യാം, ഞാൻ പറയുന്ന ഓരോ റിവ്യൂവും എൻ്റെ ഒപ്പീനിയൻസ് ആയിരിക്കും. അത് സ്പോൺസർഡ് ആണെങ്കിൽ കൂടി ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ആൻഡ് മൈ നെയിം ഇസ് നിതിൻ വിനോദ്. വെൽക്കം ടു ഡ്രിവൻ വോക്ക്. അപ്പോൾ അടുത്ത വീഡിയോ എന്തുകൊണ്ട് ഞാൻ 20 വർഷം പഴക്കമുള്ള പ്രാഡോ വാങ്ങിച്ചു. സിയ.